ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ സീരീസിൻ്റെ പേര് ദി ബോർഡിംഗ് സ്കൂൾ ലാസ് കംബ്രസ് എന്നാണ് കേട്ടോ. ഈ ബോർഡിംഗ് സ്കൂളിൻ്റെ പേരാണ് ലാസ് കംബ്രസ് എന്നത്. വലിയൊരു മൗണ്ടൈൻ്റെ മേലെ ഒരു കാടിന് നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മൊണാസ്ട്രി ഉണ്ട്. മൊണാസ്ട്രി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ ഫാദേഴ്സൊക്കെ സ്റ്റേ ചെയ്യുന്ന പ്ലേസാണ്. അതിനോട് ചേർന്നിട്ടുള്ള ഒരു ബോർഡിംഗ് സ്കൂളാണ് കേട്ടോ. ബോർഡിംഗ് സ്കൂളിലും ഇതിൻ്റെ ചുറ്റുമുള്ള ഫോറസ്റ്റിലൊക്കെ ആയിട്ട് ഒരുപാട് ലെജൻഡറി കഥകളും അഡ്വഞ്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു അടിപൊളി ത്രില്ലിംഗ് സീരീസാണ് കേട്ടോ ഇത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് പിള്ളേർ ഭയങ്കര അടിയാണ് കേട്ടോ ഈ സ്കൂളിൻ്റെ ഉള്ളിലിരുന്നിട്ട്. ഏതിനാണെന്നൊന്നും അറിയില്ല, ഭയങ്കര അടിയാണ്. ബാക്കിയുള്ളവരാണെങ്കിൽ ഈ അടിക്ക് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ അടി നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടി മാത്രം നൈസായിട്ട് അവരുടെ പ്രിൻസിപ്പളിൻ്റെ ഓഫീസ് റൂമിൽ പോയിട്ട് കുറച്ച് ക്യാഷ് അടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ പുറത്ത് പ്രിൻസിപ്പൾ വന്നിട്ട് വഴക്കൊക്കെ അവിടെ നിന്ന് മാറ്റുകയാണ്. എന്നിട്ട് വഴക്ക് കൂടിയവർക്ക് പണിഷ്മെൻറ്റും ഉണ്ടെന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും പ്രിൻസിപ്പളിൻ്റെ ഓഫീസ് റൂമിൽ നിന്ന് അമേയ എന്ന് പറയുന്ന ഈ പെൺകുട്ടി പുറത്തേക്ക് വരികയാണ് കേട്ടോ. മാത്രമല്ല, നേരത്തെ തല്ലുണ്ടാക്കിയ രണ്ട് ആൺപിള്ളേരെ പണിഷ്മെൻറ്റിനായിട്ട് പണിഷ്മെൻറ്റ് റൂമിൽ കൊണ്ടുവന്ന് ഇടുകയാണ് കേട്ടോ. ഒരാളെ ഒരു പണിഷ്മെൻറ്റ് റൂമിലും തൊട്ടപ്പുറത്തെ റൂമിൽ മറ്റേ ആളെയാണ് കേട്ടോ ഇടുന്നത്. എന്താണ് പണിഷ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റൂമിൽ ഇവരെ പൂട്ടിയിടുന്നതാണ് പണിഷ്മെൻറ്റ് കേട്ടോ. ഇതിനകത്തേക്ക് അത്യാവശ്യം വെളിച്ചം വരും, പക്ഷേ രാത്രി ഒടുക്കത്തെ തണുപ്പായിരിക്കും കേട്ടോ. ഇവരെ പുറത്തിറക്കുന്നത് വരെ ഇതിൻ്റെ ഉള്ളിലാണ് രണ്ടുപേരും. അത്യാവശ്യം വലിയൊരു പണിഷ്മെൻറ്റ് തന്നെയാണ്. അങ്ങനത്തെ ബാക്കി എല്ലാ സ്റ്റുഡൻസിനെയും അവിടുത്തെ PT സാറ് ട്രെയിൻ ചെയ്യിക്കുകയാണ്. ഒരുപാട് എക്സസൈസും വർക്കൗട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് ഡെയിലി ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. നെക്സ്റ്റ് സീനിൽ ഒരു പെൺകുട്ടി സൈക്കിൾ ചെയ്തിട്ട് ഈ ബോർഡിംഗ് സ്കൂളിനകത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ഗേൾസിൻ്റെ ടോയ്ലറ്റിലെ ഒരു വാഷ്റൂം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എക്സോസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു പാക്കറ്റൊക്കെ അവളവിടെ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തിരിച്ചു പോകുന്നതിന് മുൻപ് വിൻഡോയിലൂടെ നമ്മുടെ അമേയനെ ഒന്ന് നോക്കുന്നുണ്ട്. അമേയാണെങ്കിൽ നമ്മുടെ അൽബേനെ കാണുന്നുമുണ്ട്. നേരത്തെ സൈക്കിളിൽ വന്ന പെൺകുട്ടിയുടെ പേരാണ് കേട്ടോ അൽബ. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. എല്ലാവരും കുളിക്കാൻ വേണ്ടി അകത്തേക്ക് പോവുകയാണ്. പെട്ടെന്നാണ് ഒരു പെൺകുട്ടിക്ക് അവളെ ആരോ വാച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ തോന്നുന്നത് കേട്ടോ. എന്നിട്ട് മെല്ലെ ഇങ്ങനെ തല ഉയർത്തി നോക്കുകയാണ്. അപ്പോൾ ഒരു വിൻഡോയിലൂടെ ഒരാൾ ഇവളെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. വേറെ ആരുമല്ല, ഇവിടെ പുതിയതായി ജോയിൻ ചെയ്ത ഒരു സാറാണ് കേട്ടോ. മ്യൂസിക് ടീച്ചറാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പെൺകുട്ടിയുടെ പേര് എയ്നിസ് എന്നാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ പുതിയ മ്യൂസിക് ടീച്ചറും പ്രിൻസിപ്പളും ഒന്ന് സംസാരിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് ഗേൾസിൻ്റെ വാഷ്റൂമാണ്. നമ്മുടെ അമേയാണ് നേരത്തെ നമ്മുടെ അൽബ കൊണ്ടെന്ന് വെച്ച പാക്കറ്റിൽ നിന്ന് ഓരോ സിഗരറ്റ്സ് എടുത്ത് എല്ലാ ഗേൾസിനും കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവരുടെ നിന്നൊക്കെ ക്യാഷും നമ്മുടെ അമ്മയെ കളക്ട് ചെയ്യുന്നുണ്ട്. ബോർഡിംഗ് സ്കൂളിൽ നിന്ന് ആർക്കും ഈ പുറത്ത് പോകാനോ ഷോപ്പിൽ പോകാനോ ഒന്നും തന്നെ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ചില മാർഗ്ഗങ്ങൾ വഴിയാണ് ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എത്തിക്കുന്നത്. എയ്നീസിൻ്റെ അച്ഛനാണെങ്കിൽ ഈ ബോർഡിംഗ് സ്കൂളിൻ്റെ മേലെ കുറച്ച് പിടിപാടുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും ഇവളൊന്നും തന്നെ വിട്ടു പറയത്തില്ല, ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ എയ്നീസ്. ഫസ്റ്റ് സീനിൽ ഈ അച്ഛന്മാരൊക്കെ മൊണാസ്ട്രിയുടെ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരുടെ ആ ഒരു ചാപ്പൽ പ്രാർത്ഥിക്കുന്ന ആ ഒരു ഏരിയയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രീസ്റ്റിൻ്റെ പേര് ഏലിയാസ് എന്നാണ് കേട്ടോ. ബോർഡിംഗ് സ്കൂളിലത്തെ ഒരു ടീച്ചറും കൂടിയാണ്. ആളൊരു പ്രീസ്റ്റ് ആണെങ്കിലും വലിയ വിശ്വാസമൊന്നുമില്ല കേട്ടോ. എന്തൊക്കെയോ കാരണങ്ങളുണ്ട് പ്രീസ്റ്റ് ആയതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതികളൊക്കെ. സിഗരറ്റൊക്കെ എടുത്ത് വലിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ കുരിശിലേക്ക് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. വരുന്ന ആള് നേരത്തെ കണ്ട മ്യൂസിക് ടീച്ചറാണ് കേട്ടോ. പേര് ലിയോൺ എന്നാണ്. കൂടെ വരുന്ന ലേഡി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടത്തുന്ന ആളാണ് കേട്ടോ. അതായത് ഫുഡൊക്കെ കറക്റ്റ് ടൈമിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്ന ആൾ. ആ ടൈമിൽ എയ്നിസ് തൊട്ടടുത്ത് കൂടെ പോകുമ്പോൾ നമ്മുടെ ലിയോൺ ആണെങ്കിൽ എയ്നിസിനെ തന്നെ ഭയങ്കര രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീനിൽ അഡ്ലി എന്ന് പറയുന്ന ഒരു കുട്ടീനെ കേട്ടോ കാണിക്കുന്നത്. ഇവളാണെങ്കിൽ നമ്മുടെ അൽബയ്ക്ക് ട്യൂഷൻ പോലെ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോർഡിംഗ് സ്കൂളിൻ്റെ ഒരു വിങ്ങിൽ തന്നെയാണ് നമ്മുടെ അൽബയും അമ്മയൊക്കെ താമസിക്കുന്നത്. ഇത് നമ്മുടെ അൽബയുടെ ഗ്രാൻഡ് മദറാണ് കേട്ടോ. ഗ്രാൻഡ് മദർ പറയാണ് അൽബ എത്തിയിട്ടില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കെയർ ടേക്കർ ഇല്ലേ, ഫുഡും കാര്യങ്ങളൊക്കെ നോക്കുന്ന, അതാണ് അൽബയുടെ അമ്മ കേട്ടോ. നമ്മുടെ അഡ്ലി ആണെങ്കിൽ നൈസായിട്ട് ഗ്രാൻഡ് മേനോട് ഞാനൊന്ന് വാഷ്റൂമിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അഡ്ലി പക്ഷെ ആരും കാണാതെ നേരെ പോകുന്നത് അവിടുത്തെ ഗ്രാൻഡ് മ കിടക്കുന്ന ഒരു റൂമിലേക്കാണ് കേട്ടോ. എന്നിട്ട് അവിടുത്തെ ഒരു ടേബിളിൻ്റെ ഡ്രോയറൊക്കെ തുറന്നിട്ട് ഒരു മെഡിസിൻ്റെ പെട്ടി അവളുടെ പോക്കറ്റിലേക്ക് ഇടുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് ഗ്രാൻഡ് മയുടെ അടുത്ത് വന്ന് ഇരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ അൽബേനെ അമ്മ അങ്ങോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. അതായത് അൽബയുടെ അമ്മയാണ് ഈ ബോർഡിംഗ് സ്കൂളിലത്തെ ഹൗസ് കീപ്പിംഗ്, അതായത് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. അൽബയുടെ അമ്മയുടെ പേര് സീലിയ എന്നാണ് കേട്ടോ. അൽബ അപ്പോൾ അഡ്ലിനോട് പറയുന്നുണ്ട്, അല്ല ഇന്നത്തെ ദിവസം ട്യൂഷൻ ഇല്ലല്ലോ എന്ന് പറയാണ്. അപ്പോഴാണ് ഞാൻ മറന്നുപോയി, എനിക്ക് ദിവസം മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് അഡ്ലി അവിടെ നിന്ന് പോവുകയാണ്. ശരിക്കും അഡ്ലിയിൽ നിന്ന് വന്നത് ആ ഒരു മരുന്ന് എടുക്കാനായിരുന്നു. അതുകൊണ്ട് തന്നെ അതെടുത്ത് കഴിയുമ്പോൾ അവൾ പോവുകയാണ്. നെക്സ്റ്റ് സീനിലെ സ്റ്റുഡൻസ് എല്ലാവരും ക്യൂ ആയിട്ട് പോകുമ്പോഴാണ് അനൗൺസ്മെൻറ്റ് വരുന്നത്. നമ്മുടെ അഡ്ലിനെയും അവളുടെ ബ്രദർ പോളിനെയും പ്രിൻസിപ്പളുടെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട് പറഞ്ഞിട്ട്. പെട്ടെന്ന് തന്നെ ഇവളുടെ കയ്യിലുള്ള ആ ഒരു മെഡിസിൻ്റെ പെട്ടി തൊട്ടപ്പുറത്തുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുകയാണ് കേട്ടോ, ആരും കാണാതെ. അഡ്ലി പെട്ടെന്ന് തന്നെ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അവളുടെ അങ്കിളാണ് കോൾ ചെയ്തിരിക്കുന്നത്. അങ്കിളുടെ വെഡ്ഡിങ് ആവാറായി. അപ്പോൾ ഇവളെയും ഇവളുടെ ബ്രദറിനെയും നാട്ടിലേക്ക് വെഡ്ഡിങ്ങിൻ്റെ അന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് കേട്ടോ.
ബ്രദർ ആണെങ്കിൽ ഇവിടെ എത്തിയിട്ടില്ല. കാര്യം വേറൊന്നുമല്ല, നേരത്തെ പണിഷ്മെന്റ് കിട്ടിയില്ലേ, അതിലൊരാൾ ഇവളുടെ ബ്രദറായിരുന്നു കേട്ടോ. ആ ബ്രദറിന്റെ പേരാണ് പോൾ. പോളൊക്കെ കഴിഞ്ഞ് നമ്മുടെ അഡ്ലി വീണ്ടും വേസ്റ്റ് ബാസ്ക്കറ്റിൽ വന്ന് നോക്കുമ്പോൾ അവിടെ അവളുടെ മെഡിസിൻ്റെ ബോക്സ് ഇല്ല കേട്ടോ. അപ്പോഴാണ് അമ്മയെ അങ്ങോട്ട് വരുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട മോളെ എന്ന് പറഞ്ഞിട്ട് ആ മെഡിസിൻ്റെ ബോക്സ് അഡ്ലിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ ഇവിടുത്തെ മ്യൂസിക് ടീച്ചറായ നമ്മുടെ ലിയോണും അതുപോലെ തന്നെ സയൻസ് ടീച്ചറായ എൽവറയും നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. ലിയോൺ ഫസ്റ്റായിട്ട് വന്നതല്ല, അതിൻ്റെ ഒരു സംസാരമാണ്. ലിയോണിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ബുക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തിനെക്കുറിച്ചുള്ള ബുക്കാണെന്നൊന്നും അറിയില്ല, ഒരു ബുക്ക് ഇരിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ദേ ഇവർക്ക് കിടക്കാനുള്ള ടൈമാണ്. ഒരു ബെല്ലടിച്ചു. ആ ബെല്ലടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും കിടക്കണം. പിന്നെ കംപ്ലീറ്റ് സൈലൻസ് ആണ് കേട്ടോ. നമ്മുടെ PT സാർ വന്നിട്ട് എല്ലാവരും ഒന്ന് ചെക്കൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും സൈലൻ്റ് അല്ലേ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും നമ്മുടെ അഡ്ലിയുടെ ചേട്ടൻ പോളും ചേട്ടൻ്റെ ഫ്രണ്ടും ഈ പണിഷ്മെൻറ്റ് റൂമിൽ തന്നെയാണ് കേട്ടോ. ബോയ്സിൻ്റെ ബെഡ്റൂമിൽ നോക്കിയ പോലെ തന്നെ ഗേൾസിൻ്റെ റൂമിലും വന്ന് നോക്കുന്നുണ്ട്. എല്ലാവരും ഉറങ്ങി വന്ന് ടോർച്ചൊക്കെ അടിച്ച് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു പുതപ്പിനടിയിൽ കുറച്ച് വെളിച്ചം കാണുന്നത്. പുതപ്പ് മാറ്റിയപ്പോൾ ഒരാൾ ഉറങ്ങിയിട്ടില്ല, കയ്യിൽ ഫോണും ഉണ്ട്. അങ്ങനെ അവൾ പെട്ടു. ആസ് എസ്പിനോസ എന്നാണ് പേര്. ഇവർക്കാർക്കും മൊബൈലൊന്നും യൂസ് ചെയ്യാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് പണിഷ്മെൻറ്റ് കിട്ടുകയാണ്. അവളുടെ ഹെയർ ഫുള്ള് ഇങ്ങേര് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. അങ്ങനെ ദേ നെക്സ്റ്റ് ഡേ ആയി. ഇന്ന് ഇവർക്ക് ഫസ്റ്റ് ക്ലാസ് നമ്മുടെ ഫാദർ ഏലിയാസിൻ്റെ ലാറ്റിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോഴാണ് ക്ലാസ് അങ്ങോട്ട് കയറി വരുന്നത്. തലേ ദിവസം ഫുൾ മുടിയായിട്ട് വന്ന ആൾ ഇന്ന് മുടിയില്ല. അപ്പോൾ തന്നെ എല്ലാവർക്കും വിഷമാവുന്നുണ്ട് കേട്ടോ. പ്രീസ്റ്റ് ആണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കുന്നൊന്നുമില്ല. അങ്ങേര് അങ്ങനെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ പ്രീസ്റ്റ് ക്ലാസ്സിലെ പിള്ളേരുടെയൊക്കെ ഒരു ചെറിയൊരു ശബ്ദം കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ വേറൊന്നുമല്ല, അവൾ അതുകൊണ്ട് കാത് കുത്തിയതാണ്. നന്നായിട്ട് ബ്ലഡും വരുന്നുണ്ട്. നമ്മുടെ പ്രീസ്റ്റ് ആണെങ്കിൽ ഒരു ടവലെടുത്ത് അവളുടെ ചെവി പൊത്തി പിടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പ്രീസ്റ്റ് മാനുവലും പോളും എവിടെ ചോദിക്കുമ്പോൾ പണിഷ്മെൻറ്റ് റൂമിലാണ് അവരിപ്പോഴും എന്ന് അറിയുന്നത്. ഉടനെ തന്നെ ഈ പണിഷ്മെൻറ്റ് റൂമിൽ പോയിട്ട് അവരെ രണ്ടുപേരെയും പുറത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ ഈ പ്രീസ്റ്റ്. ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മുടെ പ്രീസ്റ്റ് ഈ പ്രിൻസിപ്പളിനോടും അതുപോലെ തന്നെ PT ട്രെയിനറോടൊക്കെ ഒരുപാട് ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, ഇതെവിടുത്തെ റൂൾസൊക്കെ ഞാൻ കൊണ്ടുവന്ന റൂൾസ്, അതൊന്നും നിങ്ങൾ മാറ്റിമറിക്കാൻ നോക്കണ്ട എന്ന് പറയാണ്. ഏലിയാസച്ചൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഇവൻ്റെ തൊട്ട് പുറകെ സയൻസ് ടീച്ചർ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പ്രിൻസിപ്പളിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, ഇവർ കുട്ടികളോട് ഭയങ്കര ക്രൂരതയാണ് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീസ്റ്റ് തിരിച്ച് പറയുകയാണ്, ഇത് അവരുടെ മുമ്പിൽ പറയാതെ എന്നോട് വന്ന് പറഞ്ഞതുകൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടായല്ലോ എന്ന് പറയുകയാണ്. നെക്സ്റ്റ് സീനിൽ സ്റ്റുഡൻസിൻ്റെ ഡൈനിങ് റൂമാണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ പോളും മാനുവലും ഉണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഉള്ളതാണ് പോള്, മറ്റേതാണ് മാനുവൽ. ആര് പണിഷ്മെൻറ്റ് കഴിഞ്ഞ് വന്നാലും ഇവിടെയുള്ള എല്ലാ സ്റ്റുഡൻസും, അതായത് പണിഷ്മെൻറ്റ് ചെയ്തവരും ചെയ്യാത്തവരും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഒരു പ്ലഡ്ജ് ചെയ്യണം. അതായത് ഇവിടെ കിട്ടുന്ന എല്ലാ ശിക്ഷണങ്ങളും ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്ലഡ്ജ് എല്ലാവരും ഒരുമിച്ച് പറയണം. നെക്സ്റ്റ് സീനിൽ നമ്മുടെ അമ്മയെ ടീച്ചേഴ്സൊന്നും കാണാതെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടികൾ കണ്ടതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. എന്നാൽ മാനുവൽ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവർ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമാണ്. അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഡ്ലിയും അഡ്ലിയുടെ ചേട്ടൻ പോളും കൂടി ഇവരുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവർ 4 പേരും കൂടി തീരുമാനിച്ച കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് മുൻപ് വരെ നമ്മൾ കണ്ടത്. അതായത് ആ ഫൈറ്റൊക്കെ ഇവരുടെ പ്ലാൻ ആയിരുന്നു. കാശ് അടിച്ചു മാറ്റാനും അതുപോലെ തന്നെ ഈ മെഡിസിൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഗേറ്റിൻ്റെ അവിടെ ഒരു നായയുണ്ട്. ആ നായനെ ഉറക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിസിൻ ഇവളെ കൊണ്ട് എടുപ്പിച്ചത്. ഇവർക്ക് 4 പേർക്കും കൂടിയിട്ട് ഈ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് പുറത്ത് ചാട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ ഇവരുടെ മ്യൂസിക് ക്ലാസ് ആണ് കേട്ടോ കാണിക്കുന്നത്. ലിയോൺ ആണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലാസ്സിലേക്ക് ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് കയറി വരികയാണ്. ഐനസും ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ലിയോൺ അവൻ്റെ പിയാനോ വായിച്ചു തുടങ്ങുകയാണ് കേട്ടോ. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കീസൊക്കെയാണ് അവൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. ആ ഒരു മ്യൂസിക് ആസ്വദിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഐനസിന് മാത്രം എന്തൊക്കെയോ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണ് ഈ ഒരു പാട്ടും മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ. അവൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. അപ്പോൾ ഐനസിൻ്റെ ബുക്ക് നമ്മുടെ ലിയോൺ ആണെങ്കിൽ മെല്ലെ തുറന്ന് നോക്കുമ്പോൾ താഴെ കുറേ കാക്കയുടെയൊക്കെ ചിത്രമൊക്കെ അവളിന് കാണാനുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ പ്രീസ്റ്റ് ഏലിയാസിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഏലിയാസിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടെ എൽഡർ ആയിട്ടുള്ള കുറച്ചുകൂടെ ഹയർ ലെവൽ പൊസിഷനുള്ള പ്രീസ്റ്റ് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏലിയാസ് പറയുന്നുണ്ട്, എനിക്ക് ഈ പ്രീസ്റ്റായിട്ടൊന്നും നിൽക്കാൻ പറ്റുന്നില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, മാത്രമല്ല എനിക്ക് ഇവിടുത്തെ ടീച്ചിങ്ങും വേണ്ട എന്ന് പറയുമ്പോൾ ഇങ്ങേരി, അതായത് ഈ പ്രായമുള്ള ആൾ നമ്മുടെ ഏലിയാസിനെ കൺവിൻസ് ചെയ്യുകയാണ്, നീ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കണം, ഇത് നമ്മുടെ ഒരു ഭാഗമാണ് ജീവിതത്തിൻ്റെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ദേ നൈറ്റായി, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ അമ്മയെ മെല്ലെ അവിടെ നിന്ന് എണീക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവളുടെ ബാഗൊക്കെ എടുക്കുന്നുണ്ട്. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ പാസ്. അപ്പോൾ പാസ് വരുമ്പോൾ അമ്മയെ പറയുന്നുണ്ട്, നിന്നോട് പറയാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നിനക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് വരാൻ ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിന്നോട് പറയാതിരുന്നേ പറയുമ്പോൾ പാസ് ഇവളെ ഹഗ് ചെയ്യാണ് കേട്ടോ അമ്മേനെ. ഇതൊക്കെ നമ്മുടെ ഐനീസും കാണുന്നുണ്ട്. അമ്മയെ വേഗം തന്നെ ഇവരുടെ ബെഡ്ഷീറ്റ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള 3 പേരും അവിടേക്ക് വേഗം വരുന്നുമുണ്ട്. ഒരു ജയിൽ പോലെയാണ് ശരിക്കും ഈ ഒരു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. നമ്മുടെ 4 പേർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോട്ടെ ഇരിക്കുന്നത്. അവർ കുറച്ച് ഇറച്ചി കഷ്ണങ്ങളൊക്കെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ നായ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മരുന്ന് പൊടിച്ചിടുന്നുണ്ട്. അങ്ങനെ റൂഫിൻ്റെ മേലെ കൂടെയാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്നത് കേട്ടോ.
4 പേരും മെല്ലെ മെല്ലെ റൂഫിൻ്റെ മേലെ കൂടെ നടക്കുന്നുണ്ട്. താഴെയാണെങ്കിൽ 6 ഗേറ്റിൻ്റെ അവിടെ ഒരു വാച്ച്മാനും ഉണ്ട്. കൂടെ ഒരു നായയും ഉണ്ട് കേട്ടോ. ഇവർ 4 പേരിലും കോൺഫിഡൻസ് ഏറ്റവും കുറവുള്ളത് നമ്മുടെ അഡ്ലിക്കാണ് കേട്ടോ. അപ്പോൾ പോളും എഡ്ലിയും തീരുമാനിക്കുകയാണ് പോവേണ്ടാന്ന് തീരുമാനിക്കുകയാണ്. എന്തായാലും പോള് മറ്റവരെ 2 പേരെയും പോവാൻ ഹെൽപ്പ് ചെയ്യും. ഈ സമയത്താണ് നമ്മുടെ പ്രിൻസിപ്പൾ ലോക്കർ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്യാഷ് ഒന്നുമില്ല കേട്ടോ. ഇതേ സമയം അമ്മയൊക്കെ ഒരു ബെഡ്ഷീറ്റൊക്കെ കെട്ടി താഴേക്കിട്ട് വാച്ച്മാനും നായയും വരുന്നതിന് മുമ്പ് കാർ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗേൾസിൻ്റെ റൂമിലേക്ക് പ്രിൻസിപ്പൾ എത്തി. കൂടെ ഒരു ടീച്ചർ എത്തി. അവളാണെങ്കിൽ അനിയത്തി അഡ്ലീനെ തിരിച്ച് വിൻഡോയിലൂടെ അകത്ത് കയറ്റുകയാണ്. എന്നിട്ട് അവൾക്ക് പ്രോമിസ് കൊടുക്കുകയാണ് ഞാൻ എന്തായാലും അവരെ ഹെൽപ്പ് ചെയ്തിട്ട് തിരിച്ചു വരുമെന്ന്. ഗേൾസിൻ്റെ ബെഡ്റൂമിലാണെങ്കിൽ ഭയങ്കര ചെക്കിംഗ് ആണ് കേട്ടോ ഈ ഒരു സമയം നടക്കുന്നത്. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഗേൾസിനെയും എഴുന്നേൽപ്പിച്ച് നിർത്തി അവരുടെ ഡോമെട്രി ഫുള്ള് ചെക്ക് ചെയ്യാണ്. അവരുടെ ബെഡൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിൻസിപ്പൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം അമ്മയും മാനുവലും ഒരു വിധത്തിൽ കാറിനകത്ത് കയറുകയാണ് കേട്ടോ. പ്രിൻസിപ്പളാണെങ്കിൽ എൽവിരേനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ കണ്ടേന്ന്. എൽവിരൊന്നും പറയുന്നൊന്നുമില്ല. അങ്ങനെ നായയുടെ കുര കേട്ടിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ വാച്ച്മാൻ ഓടി വരികയാണ് കേട്ടോ. അപ്പോഴേക്കും PT ട്രെയിനറും അവിടെ എത്തി. അതായത് 2 ബോയ്സിനെ കാണാനില്ല പറഞ്ഞിട്ട്. അപ്പോഴാണ് പുറത്ത് കാർ സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടിട്ട് എല്ലാവരും വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുന്നത് കേട്ടോ. കാണുന്നത് ഒരു കാറിൻ്റെ ഉള്ളിൽ നമ്മുടെ അമ്മയും മാനുവലും ഇരിക്കുന്നതാണ്. കാർ ഓൺ ചെയ്യാൻ കീ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 2 വയർ കണക്ട് ചെയ്തിട്ടാണ് ഇവർ കാർ സ്റ്റാർട്ടാക്കുന്നത്. അല്ല പെട്ടെന്ന് തന്നെ സ്കൂളിലത്തെ ആ ഗേറ്റുമ്മ പോയിട്ട് കാർ അവിടെ സ്റ്റക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര വിഷമാവുന്നുണ്ട്. അയ്യോ ഇവരെ പെട്ടുപോയല്ലോ വിചാരിക്കുകയാണ്. പക്ഷെ അവർ 2 പേരും കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തൊട്ടടുത്തുള്ള കാട്ടിനകത്തേക്ക് അവിടെ ഇരുന്നിരുന്ന ഒരു സൈക്കിളിൽ പോവുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് പിള്ളേരെല്ലാവരും കൈയടിച്ച് ഹാപ്പിയായി സെലിബ്രേറ്റ് ചെയ്യുകയാണ്. സൈക്കിളിൻ്റെ ടയർ പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്ത് പോയി ഇടിച്ച് കേടാവുന്നുണ്ട്. ഇവരാണെങ്കിൽ സൈക്കിൾ അവിടെ ഇട്ടിട്ട് പിന്നെ കാടിനകത്തേക്ക് ഓടിക്കയറുകയാണ്. സ്കൂളിലെ ബാക്കി ടീച്ചേഴ്സൊക്കെ ഇവർ അന്വേഷിച്ച് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും ഇവർ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ ടീച്ചേഴ്സ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പെട്ടെന്ന് ആകാശത്ത് കുറേ ലൈറ്റ്സ് കാണുന്നത് ഇവർ 2 പേരും. ഇവരെ 2 പേരെയും ഈ ഫോറസ്റ്റിനകത്ത് ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ മാനുവലും അമ്മയും ചേർന്ന് ഈ ലൈറ്റ് കാണുന്ന സൈഡിലേക്ക് ഓടുകയാണ് കേട്ടോ. അവിടെ എത്തി എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ മാനുവലാണെങ്കിൽ കാല് തെറ്റി താഴേക്ക് വീഴുകയാണ് കേട്ടോ. കുറച്ച് താഴ്ചയുണ്ട്. അവൻ ഉരുണ്ടുരുണ്ട് താഴെ വീണ് തല പോയി ഒരു കല്ലിലിടിക്കുകയാണ്. അവൻ്റെ ഓർമ്മയും പോകുന്നുണ്ട്. സമയത്ത് കാക്കയുടെ മുകളിൽ ഒരാൾ വന്നിട്ട് നമ്മുടെ മാനുവലിനെ പൊക്കിയെടുത്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ അവിടെ നിന്ന്. ഒരു സീൻ കണ്ടിട്ട് അമ്മയ്ക്ക് നന്നായി പേടിയാവുന്നുണ്ട്. അങ്ങനെ പേടിച്ച് നിൽക്കുന്ന അമ്മയേനെ കാണിച്ചാണ് ഈ എപ്പിസോഡ് എൻഡ് ആവുന്നത്.